أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ ഉണർത്തുന്ന ഒരു ഹദീസുണ്ട്. ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദികൾ, ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിയും, ഭിന്നിച്ചു പോകും. വഫ്തറഖത്തിൻ നസ്വാറ 72 ഫിർഖ. ക്രൈസ്തവർ, ക്രിസ്ത്യാനികൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു പോകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. എന്റെ ഉമ്മത്ത്, അതായത് മുസ്ലിങ്ങൾ, 73 വിഭാഗങ്ങളായി മാറിപ്പോകും. സിൻതാനി വസബഊന ഫിന്നാർ. അതിൽ 72 നരകത്തിലാണ്. വവാഹിദത്തും ഫിൽ ജന്ന. ഒരു കൂട്ടർ, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നോക്കൂ, നാം ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുമ്പിൽ മുസ്ലിം സമൂഹത്തിൽ എത്ര സംഘടനകളുണ്ട്, എത്ര ആദർശങ്ങളുണ്ട്, എത്ര ആശയങ്ങളുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് അഹ്ലു തൗഹീദിന്റെ ആളുകൾ, ഞങ്ങളാണ് സ്വർഗത്തിന്റെ അഹ്ലുകാർ. എല്ലാവരും അവകാശപ്പെടുന്നതും എല്ലാവരും വാദിക്കുന്നതും തന്റേതാണ് ശരിയെന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും വിഭാഗങ്ങളായി എന്റെ ഉമ്മത്ത് മാറിപ്പോകും, അതിൽ ഒരു വിഭാഗം മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത്? ഒന്നേ ശരിയുള്ളൂ. അതേത് എന്ന് തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. സഹാബത്ത് ചോദിച്ചു, വമൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ വിഭാഗം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി.
ഞാനും എന്റെ സ്വഹാബത്തും ഏത് വിഭാഗത്തിലാണോ, ഏത് മാർഗത്തിലാണോ, ആ മാർഗം പിൻപറ്റിയ ആളുകളാണ് വിജയിച്ച യഥാർത്ഥ കക്ഷികൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ യഥാർത്ഥ മുവഹിദാണോ, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിനെതിരെ ജീവിക്കുന്ന ആളാണോ? ആ ഒരു വിശ്വാസം കൃത്യമായിരിക്കണം. നോക്കൂ, നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണിത്. പ്രവാചകൻ പറഞ്ഞ ഒരു കക്ഷി ആരാണെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇത്തിബാഅ് ചെയ്യുന്ന, പിൻപറ്റുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് പ്രവാചകൻ ആദ്യമായി പറയുന്നത് എന്താണെന്നറിയോ? അവ്വലു മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ. ആ ജനതയെ നീ ആദ്യം ഓർമ്മപ്പെടുത്തേണ്ടത് തൗഹീദാണ്, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. ഫഇദാ അറഫു ദാലിക്, അതവർ മനസ്സിലാക്കിയാൽ മാത്രമേ നീ നമസ്കാരം പഠിപ്പിക്കേണ്ടതുള്ളൂ, നോമ്പ് പഠിപ്പിക്കേണ്ടതുള്ളൂ, ഹജ്ജ് പഠിപ്പിക്കേണ്ടതുള്ളൂ, സകാത്ത് പഠിപ്പിക്കേണ്ടതുള്ളൂ. അവ്വലു മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹ. ആദ്യം തൗഹീദ് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകൻ കടന്നു വരുന്ന ജസീറത്തുൽ അറബ്, കള്ളിനെ മാത്രം സ്നേഹിച്ച, ഞാൻ മരിച്ചാൽ എന്റെ ശവശരീരം മുന്തിരിവള്ളിക്ക് ചുവട്ടിൽ മറമാടണം, എന്റെ മരണത്തിന് ശേഷം എനിക്ക് അതിൽ നിന്ന് നീരു നുകരാമല്ലോ എന്ന് പട്ടുപാടിയ, മദ്യത്തെ പ്രണയിച്ച കവികളുണ്ടായിരുന്ന കാലഘട്ടം. പെങ്ങളെന്നോ മാതാവെന്നോ സഹോദരിയെന്നോ വ്യത്യാസമില്ലാതെ വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ കഅബക്കുള്ളിൽ പ്രതിഷ്ഠിച്ച ബിംബങ്ങളെ എല്ലാം വിളിച്ചു പ്രാർത്ഥിച്ച, അവരെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം. ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ എല്ലാ തിന്മകളും നിറഞ്ഞുകൂടിയ സമൂഹത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കടന്നു വന്നപ്പോ എന്താണ് അവർ ഓർമ്മപ്പെടുത്തിയതെന്നറിയോ? മറ്റുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ആദ്യം പറഞ്ഞത്. അവിടെ ആദ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്തത് തൗഹീദിന്റെ വചനങ്ങളായിരുന്നു. ആ തൗഹീദ് ശരിയായാൽ ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ബാക്കി എന്ത് തിന്മകൾ ചെറുത് ചെയ്തോ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. ശിക്ഷ ആസ്വദിപ്പിച്ചെങ്കിലും അവസാനം അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തൗഹീദിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തത്. ഇവിടെ നമ്മൾ എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കണം. നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ 3 കാര്യങ്ങളിൽ നമ്മൾ ഏകനാക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായാൽ ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം നമുക്ക് മാറാൻ കഴിയും. അതിലാദ്യം തൗഹീദുർ റുബൂബിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും സൂര്യനെയും ഭൂമിയെയും അതുപോലെ തന്നെ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അതിന്റെയൊക്കെ രക്ഷിതാവ് റബ്ബ് അല്ലാഹുവാണ്. ആ വിശ്വാസം നമ്മൾക്ക് കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി പഠിപ്പിക്കുന്നത് തൗഹീദുൽ ഉലൂഹിയ്യ. ആരാധനയായിട്ട് എന്തുണ്ടോ അതെല്ലാം റബ്ബിനെ മാത്രം അർപ്പിക്കുക. അതിലാദ്യം പഠിപ്പിക്കുന്നത് അദ്ദുആ, പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയുണ്ടോ അത് അല്ലാഹുവിലേക്ക് മാത്രം അർപ്പിക്കുക. അതുപോലെ തന്നെ നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, ഉംറ ഇബാദത്താണ്, എല്ലാവിധ അസ്കാറുകളും ഒക്കെ ഇബാദത്താണ്. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും റബ്ബിലേക്ക് അർപ്പിക്കുക. 3 തൗഹീദ് അൽ അസ്മാ വസ്സിഫാത്ത്. അല്ലാഹുവിന് ചില നാമഗുണ വിശേഷണങ്ങളുണ്ട്, അതിൽ നമ്മൾ പങ്കു ചേർക്കാതിരിക്കുക. ഉദാഹരണത്തിന് സാമ്യ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ റബ്ബാണ്. എന്നാൽ
വേറൊരു സാമ്യ ഇല്ല. അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന, അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ അറിയുന്ന, അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ വേറെ ആരുമില്ല. ഈ മൂന്നെണ്ണം നമുക്ക് ശരിയായാൽ അവൻ വിജയികളിൽ പെട്ടവനായി മാറും. ഇതിൽ ആദ്യം പറഞ്ഞതിൽ പോലും മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനേക്കാൾ അധംപതിച്ചു പോയി. വിശുദ്ധ ഖുർആൻ ആ ഭാഗം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം കീഴ്പ്പെടുത്തുന്നത്, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണെന്നവരോട് ചോദിച്ചാൽ അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്കാ മുശ്രിക്കുകൾ പറയുന്നത് ലയഖൂലുന്ന അല്ലാഹുവാണ്. മാത്രമല്ല ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആരാണോ ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, ആരാണ് നിങ്ങൾക്ക് കാഴ്ച നൽകിയത്, കേൾവി നൽകിയത്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഫസയഖൂലൂന അല്ലാഹ്, അവര് പറയും അല്ലാഹുവാണ്. ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരെന്ന് വെച്ചാൽ എന്താ പറയാ? CM അടൂര. എവിടെ എത്തി? ആ മക്കാ മുശ്രിക്കുകളെ വിശ്വാസം പോലും ഇന്നത്തെ സമൂഹത്തിനില്ല. മാത്രമല്ല വഇദാ റകിബൂ ഫിൽ ഫുൽക്, അവര് കപ്പലിൽ പ്രവേശിച്ചാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനോട് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി വഇദാ ഹും യുശ്രികൂൻ, അവർ അല്ലാഹു ആ പ്രാർത്ഥന മുഖേന കരയിലേക്ക് രക്ഷിച്ചാൽ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. അല്ലാഹുവിനെ കൃത്യമായി അറിയുന്ന ആളുകളായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. പക്ഷേ റബ്ബ് എല്ലാം സൃഷ്ടിച്ചവനാണെന്ന് അറിഞ്ഞിരിക്കെ, റബ്ബിനെ അറിഞ്ഞിരിക്കെ അല്ലാഹുവിൽ ചില കാര്യങ്ങളിൽ അവർ പങ്കു ചേർത്തു. അതാ ഖുർആൻ പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. നോക്ക്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നൽ മുശ്രികീന കാനൂ യഖൂലൂന ഫീ തൽബിയതിഹിം, അവരെ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത്, തവാഫിലെ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് അവർ പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ലബ്ബൈക ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരുണ്ട്. ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, അവരുടെ കഴിവുകൾ നീ ഉടമപ്പെടുത്തിയതാണ്. അത് പ്രകാരമാണ് ലാത്തയെ വിളിക്കുന്നത്, ഉസ്സയെ വിളിക്കുന്നത്, ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, എല്ലാത്തിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിന് ആ ഒരു കഴിവ് നീ കൊടുത്തത് കൊണ്ടാണ് റബ്ബേ എന്നാണ് മക്കാ മുശ്രിക്കുകളെ പറ്റി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. ആ വിശ്വാസം തന്നെയല്ലേ കൂടുതൽ ആളുകൾക്കുമുള്ളത്. അവർക്ക് സ്വയം കഴിവുണ്ടെന്ന്, സ്വമതാണെന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, മഹാന്മാരോട് ഞങ്ങൾ സഹായം തേടുന്നത്, ബദരീങ്ങളോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ്. അവരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം നൽകണം, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഒരിക്കലും അവര് സ്വയം കഴിവുള്ളവരല്ല എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സമൂഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അവർ വേറൊരു വാചകം കൂടെ പറഞ്ഞിരുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് മധ്യവർത്തികളെ സ്വീകരിക്കുന്നത്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾ ഇന്ന ആളുകളെ സ്വീകരിക്കുന്നു.
പ്രൈം മിനിസ്റ്ററെ ഡയറക്റ്റ് ഒരാൾക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല, ഇടയില് കുറച്ച് ആളുകൾ വേണ്ടി വരും. അതുപോലെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യവർത്തികളെ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ആ വിഭാഗം പറഞ്ഞ അതേ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയണം ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്ന, എന്നെ വിളിച്ച് സഹായം ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വേറെ ആരും വേണ്ട. ഒരു അടിമക്ക് എന്ത് ആവശ്യമുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, എന്ത് ആവലാതിയുണ്ടോ, എന്ത് വേവലാതിയുണ്ടോ, അവിടെ അവൻ പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഏറ്റവും അടുത്ത് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാ നമുക്ക് മറ്റുള്ള ആളുകളെ സ്വീകരിക്കേണ്ട ആവശ്യം? ആ റബ്ബ് നമുക്ക് ഉത്തരം നൽകും. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അവിടെ വേറെ ആരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതില്ല. നോക്കൂ, ശിർക്കിന്റെ തുടക്കം നമ്മൾ അറിയണം. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 തലമുറ തൗഹീദിലായിരുന്നു. 10 തലമുറയിൽ ശിർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോകത്താദ്യമായി ശിർക്ക് കടന്നു വന്നത് ആ 10 തലമുറ കഴിഞ്ഞതിന് ശേഷമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 5 ആളുകളെ കൊണ്ടാണ് പിശാച് ശിർക്കിന് വേണ്ടി പണിയെടുത്തത്. ആ 5 ആളുകളെ പറ്റി പറയുന്നത്, അവര് സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നവരും എല്ലാവരും ആദരിക്കപ്പെടുന്നവരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളുമായിരുന്നവര്. ولا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا. സൂറത്തു നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകൾ, ആ ആളുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോ പിശാച് ആ ജനതയ്ക്ക് ദുർബോധനം നൽകി. ആ പുണ്യ പുരുഷന്മാർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ അവരുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠ സ്ഥാപിക്കണമെന്ന് പിശാച് ചിലരിൽ മന്ത്രിക്കുകയുണ്ടായി. അങ്ങനെ ആ വിഭാഗം പ്രതിമകൾ നിർമ്മിച്ചു. ആ സമൂഹം അവരെ ആരാധിച്ചില്ല. ആ തലമുറ കഴിഞ്ഞപ്പോ ആ അറിവ് അവ്യക്തമായി. അതിനുശേഷം കടന്നു വന്ന ആളുകളാണ് അതിനെ ആരാധിച്ചത്, അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്തത്. അങ്ങനെയാണ് സമൂഹത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, എല്ലാവിധ ശിർക്കുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. നമ്മളും നമ്മുടെ കുടുംബവും ശിർക്കിന്റെ ഏത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തമാകേണ്ടതുണ്ട്. നമുക്ക് ശിർക്ക് കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത്, ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കെട്ടി ഉയർത്തപ്പെട്ട മഖ്ബറകളാണ്. അതെന്താ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങള് ഖബറിടങ്ങൾ സന്ദർശിക്കണം. ഖബർ സിയാറത്തിന് ആരും എതിർക്കുന്നില്ല. ഖബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അത് നിങ്ങളെ പരലോകത്ത് ഉണർത്തും. ഒരു ഖബറിടം നിങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാനും നാളെ ഇതുപോലെ ഇവിടെ കിടക്കേണ്ടവനാണ്, എന്റെ ആഖിറം എന്താകും, എന്റെ ഖബർ ജീവിതം എന്താകും എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട്, ആ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷേ പ്രവാചകൻ വിരോധിച്ച ഒന്നുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സിസൽ ഖബർ, ഖബർ കുമ്മായമിടുന്നത്, വഅൻ യഖുദ അലൈഹി, അതിന്റെ മേൽ ഇരിക്കുന്നത്, വഅൻ യുബ്ന അലൈഹി, അത് കെട്ടിപ്പൊക്കി നിർമ്മിക്കുന്നത്. കാരണം ലഅനല്ലാഹു അൽ യഹൂദ വൻ നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ. ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അവര് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകള് മഖ്ബറകളാക്കി മാറ്റി, മസ്ജിദുകളാക്കി മാറ്റി, ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി മാറ്റി.
നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എവിടെയാ ജാറങ്ങളില്ലാത്തത്, എവിടെയാ ദർഗകളില്ലാത്തത്, മക്കബറകളില്ലാത്തത്? ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ജാറങ്ങളാ. അവിടെ പോയി പണമിട്ട് ആ ജാറത്തിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന, അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ അവരിൽ പരമേൽപ്പിക്കുന്ന ഒരു സമൂഹം. അതിലൂടെ നിങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുമെന്ന് പ്രവാചകൻ നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ മഹാന്മാരോട് സഹായം തേടുന്നതിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ബദ്രീങ്ങളെ വിളിച്ച്, ശുഹദാക്കളെ വിളിച്ചൊക്കെ സഹായം തേടുന്ന ആളുകളുണ്ട്. ഖുതുബിയത്തിലൂടെ 1000 തവണ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ ഇവിടെ സന്നിധിയിൽ ഹാജരാകുമെന്ന് വിശ്വസിച്ച് നമ്മുടെ നാടുകളിലൊക്കെ സമൂഹങ്ങളിലൊക്കെ എത്ര വീടുകളിലാ ഖുതുബിയത്ത് നടക്കുന്നതെന്നറിയോ? ബാഗ്ദാദിൽ അന്തിയുറങ്ങുന്ന മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്റെ വിളി കേൾക്കും എന്ന വിശ്വാസം അവർക്കുണ്ട്. അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിൽ പങ്കുചേർത്തു. എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രമാണ്. അത് മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കുകയില്ല. ഇനി കേട്ടാലോ അവർക്ക് ഉത്തരം ചെയ്യാൻ പോലും കഴിയില്ല. പിന്നെ പറഞ്ഞത് പ്രവാചകൻ ബലികർമ്മത്തിന്റെ വിഷയത്തിലാ. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം, ബലികർമ്മം നടത്തണം. അത് അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യേണ്ട ഇബാദത്താണ്. എന്നാലോ ബദ്രീങ്ങളുടെ പേരിൽ ഉരുവിനറുക്കുന്നവരുണ്ട്, ശുഹദാക്കളുടെ പേരിൽ ഉരുവിനറുക്കുന്നവരുണ്ട്, അവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറക്കുന്നവരുണ്ട്. നേർച്ച എന്ന് പറയുന്ന, നെഹർ എന്ന് പറയുന്ന കർമ്മം അത് അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റക, മന്ത്രിച്ചൂതിയ ഏലസ് കിട്ടിയാൽ അവന് ശിർക്ക് ചെയ്തു. ആ ഏലസിലാണ് അവർ ബലമേൽപ്പിക്കുന്നത്. എനിക്ക് അസുഖം വരാതിരിക്കാൻ, അപകടം സംഭവിക്കാതിരിക്കാൻ, മരണം സംഭവിക്കാതിരിക്കാൻ ഞാൻ ബലമേൽപ്പിക്കുന്നത് ഏലസില, ഈ നൂലില, ഈ ചരടിലാണ്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. ശിർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വാഹനം വാങ്ങുന്ന സമയത്ത് ചില വാഹനങ്ങളിലൊക്കെ പച്ച റിബൺ കാണാൻ പറ്റും. എന്തതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മന്ത്രിച്ചൂതിയ റിബൺ തന്റെ വാഹനത്തിൽ കിട്ടുന്നതിലൂടെ ഈ വാഹനം ഒരിക്കലും വേറൊരു വാഹനത്തിന് ഇടിക്കാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ അത് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നെല്ലാം ആ മനുഷ്യൻ വരമേൽപ്പിക്കുന്നത് ഈ റിബണിലാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അത് കിട്ടുന്നത്. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം ഇവിടെ പോയി. എന്നാൽ ആ വണ്ടിയുടെ മുകളിലും ബാക്കിലും മുന്നിലൊക്കെ എഴുതിയിട്ടുണ്ടാവും തവക്കൽതു അലല്ലാഹ്, ഞാൻ ബരമേൽപ്പിക്കുന്നത് റബ്ബില. അത് എഴുത്തിൽ മാത്രമേ ഉള്ളൂ, മനസ്സിൽ ഹൃദയത്തിലില്ല. ആ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 72 വിഭാഗങ്ങളിൽ പെടാതിരിക്കുകയുള്ളൂ. എന്റെ ഉമ്മത്ത് മുസ്ലിങ്ങളെ പറ്റിയ പറഞ്ഞത്, എല്ലാരും അല്ല. മുസ്ലിങ്ങൾ 73 വിഭാഗങ്ങളായി പിരിയും. അതിൽ 72 നരകത്തിലാണെങ്കിൽ ഫിൽ ജന്ന, ഒന്ന് മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ആ ഒരു വിഭാഗത്തിൽ പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും. അമ്മയഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, ഏത് കൂരിരുട്ടിലും, ഏത് മരുഭൂമിയിലും, ഏത് രാത്രിയിലും, ഏത് സ്ഥലത്തും, കടലിന്റെ ഇരുട്ടാകട്ടെ, കരയിലെ ഇരുട്ടാകട്ടെ, ഖുർആൻ പറയുന്നു നിങ്ങളെ രക്ഷിക്കാൻ ഒരു മലക്കുമില്ല, ഒരു ജിന്നുമില്ല, ഒരു ഇൻസുമില്ല. അവിടെ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ അത് അല്ലാഹ് മാത്രമാണ്. ആ കറകളഞ്ഞ തൗഹീദ് ഉണ്ടെങ്കിൽ നമ്മൾ അഹ്ലുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദായി കൊണ്ട് മരണപ്പെട്ട അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, പ്രവാചകനോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, അയ്യു ദംബിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഏറ്റവും കഠിന പാപം ഏതാണ് റബ്ബിന്റെ അടുക്കൽ?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, അൻതജഅല ലില്ലാഹി നിദ്ദൻ ഫഹുവ ഖൽഖക. അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് സമന്മാരെ ഏർപ്പെടുത്തലാണ്. അതായത് നമ്മളൊരു രക്ഷിതാവാണെങ്കിൽ നമുക്കൊരു കുഞ്ഞു ജനിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാലം വരെ നമ്മൾ ആ കുട്ടിക്ക് വേണ്ട അനുഗ്രഹങ്ങള്, വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരുപാട് പണം ചിലവാക്കും, ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, അവരെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ജീവിക്കും. പക്ഷെ ആ മകൻ, ആ മകൾ നമുക്കെതിരായാൽ നമ്മുടെ പ്രയാസം എന്തായിരിക്കും? നമ്മുടെ വെറുപ്പ് എത്രയായിരിക്കും? നമ്മുടെ ഇഷ്ടക്കേട് എത്രയായിരിക്കും അവരോട്? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി, നമ്മെ പരിപാലിച്ച്, എല്ലാവിധ കാര്യങ്ങളും ജോലി തന്ന്, സമ്പത്ത് നൽകി, വാഹനം നൽകി, വീട് നൽകി, എല്ലതും ചെയ്തു തന്നിട്ട് അള്ളാഹു അല്ലാത്തൊരാളെ വിളിച്ച അള്ളാഹുവിന് എത്ര ദേഷ്യം ഉണ്ടാവും? ഇതെല്ലാം ചെയ്തു തന്നത് റബ്ബാണ്. പക്ഷെ അവൻ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ വിളിക്കുന്നത് അള്ളാഹുവിന് പുറമെയുള്ള മഹാന്മാരെയോ, അള്ളാഹുവിന് പുറമെയുള്ള ഔലിയാക്കളെയോ, അമ്പിയാക്കളെയോ, മരിച്ചുപോയ ആളുകളെ വിളിക്കുകയാണെങ്കിൽ ആ റബ്ബിന് എത്ര ദേഷ്യമുണ്ടാവുന്നറിയോ? അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ്. മാത്രമല്ല, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ ശിർക്ക് ചെയ്താൽ നബിയെ, നിന്റെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകും. ഇത് വേറൊരാളോട് സ്വഹാബിക്ക് വേണ്ടി ഇറങ്ങിയ വചനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനോട് റബ്ബ് പറയാ, നീ ശിർക്ക് ചെയ്താൽ, നിനക്ക് ശിർക്ക് സംഭവിച്ചാൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ കറുത്ത് ഉറുമ്പ് അരിച്ചു വരുന്ന ലാഘവത്തോടുകൂടി, നമ്മളറിയോ ഇല്ല, അതേ രൂപത്തിൽ ശിർക്ക് സംഭവിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആര് പങ്കു ചേർത്തുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഉൻ നാർ, അവന് സ്വർഗ്ഗം ഹറാമാണ്, അവന്റെ വാസസ്ഥലം നരകമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. റബ്ബിൽ പങ്കു ചേർക്കുന്നത് ഒന്നും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തിന്മകൾ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ആസ്വദിപ്പിച്ച് അവസാനമെങ്കിലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകും. ബാക്കി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത് ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയില്ല. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശമായിരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ നാവ് കൊണ്ട് വെറും ഉച്ചരിച്ചത് കൊണ്ടോ, ദിക്ർ ചൊല്ലിയത് കൊണ്ടോ, പാട്ടുപാടിയത് കൊണ്ടോ മാത്രമായില്ല. അത് കൃത്യമായി ജീവിതത്തിൽ പുലർത്തി പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് മാത്രമേ മരണസമയത്ത് അത് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ആളുകൾ മാത്രമേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അത്തരം തൗഹീദിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോടുകൂടി ജീവിക്കുന്നു. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ഇന്ന് ജുമഅക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മക്കളുമായി ടൂർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ട വിഭവം നമ്മൾ കഴിക്കുന്നുണ്ട്, രുചികരമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഫലസ്തീൻ, ഗസ, നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ആഴ്ചയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. അവിടുത്തെ വാർത്തകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷമില്ലാത്ത എത്രയോ പിഞ്ചു പൈതങ്ങൾ, കുട്ടികളടക്കം, സ്ത്രീകളടക്കം, വൃദ്ധരടക്കം ഇസ്രായേലിന്റെ ശക്തികൾ അവർ കൊന്നെടുക്കുകയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകളും ഹോസ്പിറ്റലുകളും വീടുകളും ഒക്കെ തകർന്ന് ആ ജനത പലായനം ചെയ്തുകൊണ്ടിരിക്കുക. അതിനും സമ്മതിക്കാതെ അവരെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കളൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ, അത് വേസ്റ്റ് ആക്കുമ്പോ, ദൂർത്തടിക്കുമ്പോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, വെള്ളത്തിന് വേണ്ടിയൊക്കെ
ക്യൂ നിന്ന് വരി നിന്ന് അതിൽ നിന്നും ഭക്ഷണം കിട്ടാതെയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, എല്ലുകൾ കാണുന്ന, മാംസമൊക്കെ ക്ഷയിച്ചു പോയ ശരീരങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അക്രമികളായിട്ട് ലോകത്ത് ആരുണ്ടോ? ഏതധികാരിയുണ്ടോ? ഏത് ജനതയുണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിച്ചു പോകരുത്. നമുക്കെല്ലാം വെറുപ്പുണ്ട് ഈ രാജ്യത്തോട്, ഇസ്രായേലിനോട്. ജൂതരാഷ്ട്രമാണ്, കുബുദ്ധിയാണ് അവർക്കുള്ളത്. ജൂതന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ താക്കീത് നൽകിയിട്ടുണ്ട്. അവരുമായി സൗഹൃദം പാടില്ല. സൗഹൃദം എന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു നൽകുന്നുണ്ട്. അവരോട് സൗഹൃദം നടത്തുമ്പോൾ വഞ്ചനയുടെ രൂപത്തിൽ നിങ്ങളുമായി അവർ പ്രതികരിക്കും. അവരുടെ ഉള്ളെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അവര് ഇവരുടെ മേൽ ഈ അനീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അക്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ഇതൊന്നും റബ്ബ് കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. എല്ലാം റബ്ബ് കാണുന്നുണ്ട്. ഓരോ കുഞ്ഞി പെടഞ്ഞ് മരിച്ചു വീഴുന്നത് വരെ ആ റബ്ബ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അദാബ് എന്തായാലും അവർക്ക് മേൽ വരും. അങ്ങനെ ആരെയും റബ്ബ് സുബ്ഹാനഹു തആല വെറുതെ വിട്ടിട്ടില്ല. ചരിത്രങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ജുമുഅ ദിവസം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ വഗസ്സ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ. അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമഹും. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുമ്മ അക്ഷിഫ് അദ്ദുർറ അൻ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ വഗസ്സ. ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ അകറ്റണേ. അല്ലാഹുമ്മ അശ്ഫി ജുർആഹും. അല്ലാഹുവേ, അവരിലെ പരിക്കേറ്റവർക്ക് നീ ശിഫ നൽകണേ. അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅഹും. അവരിലെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ജൗആ ഫഅത്ഇമഹും. അവർ പട്ടിണി കിടക്കുന്നവരാണ്, വിശക്കുന്നവരാണ്, നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ. അല്ലാഹുമ്മ ഇന്നഹും മുസ്ലിമൂന ഫൻസുറുഹും. അവർ അനീതിക്കും അക്രമത്തിനും ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ, നീ അവരെ സഹായിക്കണേ. അല്ലാഹുമ്മ അൻസുർഹും അലാ അഅദാഹിം നസ്റൻ കാമില. ശത്രുക്കൾക്കു മേൽ അവർക്ക് സമ്പൂർണ്ണ വിജയം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അഹ്ലിക ഖുവ്വത്തുസ് സഹായിനത്തുൽ മുഹ്തല്ലീൻ. അല്ലാഹുവേ, അധിനിവേശക്കാരായ സയനിസ്റ്റ് ശക്തിയെ നീ നശിപ്പിക്കണമേ. അല്ലാഹുമ്മ ദമ്മിറുൽ ജയ്ശ സഹൂയുനിയൻ. അല്ലാഹുവേ, സയനിസ്റ്റ് സൈന്യത്തെ നീ തകർത്തു കളയണേ. അല്ലാഹുമ്മ അൻസിൽ അലൈഹിം അദാബക. അവർക്ക് മേൽ നിന്റെ ശിക്ഷ ഇറക്കണേ റബ്ബേ. അല്ലാഹുമ്മ ലഅനഹും ലഅനൻ കബീറ. അല്ലാഹു, നീ അവരെ ശപിക്കണേ റബ്ബേ. اللهم اجعل بيوتهم عليهم ردما. اللهم اجعل قنابلهم عليهم دمدما. اللهم حرر المسجد الاقصى. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ അവരെ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു